നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാർത്തോമ ന്യൂസ്. കേരളത്തിലെ ക്രൈസ്തവ സഭകളിൽ ആദ്യമായി മാർത്തോമ സഭ ആസ്ഥാനത്ത് ഡിജിറ്റൽ ആർക്കൈവ്സ് പ്രവർത്തനം ആരംഭിച്ചു. സഭാ ആനിമേഷൻ സെന്ററിന്റെയും മ്യൂസിയത്തിന്റെയും നേതൃത്വത്തിൽ ഒരു വർഷം നീണ്ട പരിശ്രമത്തിലാണ് ഡിജിറ്റൽ ആർക്കൈവ്സ് സജ്ജമായത്. സഭയുടെ പ്രസിദ്ധീകരണങ്ങളായ സഭാതാരക, സന്ദർശിനി, സുവിശേഷദൂതൻ, യുവദീപം, വനിതാ ബോധിനി തുടങ്ങിയവയും പൗരാണിക രേഖകളും അമൂല്യ ഗ്രന്ഥങ്ങളും ഡിജിറ്റലൈസ് ചെയ്ത് ആർക്കും വായിക്കാവുന്ന വിധം സജ്ജമാക്കിയിട്ടുണ്ട്. മാർത്തോമ സഭാ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത ഡിജിറ്റൽ ആർക്കൈവ്സ് സമർപ്പിച്ചു. ഡിജിറ്റൽ ആർക്കൈവ്സ് വരും തലമുറകൾക്ക് പ്രചോദനവും പുതിയ ദർശനവും നൽകുന്നതാണെന്ന് മെത്രാപ്പോലിത്ത ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പുരാതനമായിട്ടുള്ള രേഖകളെല്ലാം ശേഖരിക്കുന്നതിനായിട്ടും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനായിട്ടും ഇടയായിത്തീർന്നു എന്നത് മാത്രമല്ല, വരും തലമുറകൾക്കും പ്രചോദനം നൽകുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ നിന്ന് ഉടലെടുക്കണം എന്നുള്ള കാഴ്ചപ്പാടോടും ദർശനത്തോടും കൂടി എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നു എന്നതിൽ നമ്മളുടെ ചർച്ച് ആനിമേഷൻ സെൻ്ററിനെ അഭിനന്ദിക്കേണ്ട കാര്യമുണ്ട്. കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോർജ് കെ അലക്സ് മുഖ്യ പ്രഭാഷണം നടത്തി. സഭാ സെക്രട്ടറി റവറന്റ് എബി ടി മാമൻ, സീനിയർ വികാരി ജനറൽ വെരി റവറന്റ് മാത്യു ജോൺ, സഭാ വൈദിക ട്രസ്റ്റി റവറന്റ് ഡേവിഡ് ഡാനിയൽ, അൽമായ ട്രസ്റ്റി അഡ്വക്കേറ്റ് അൻസിൽ സക്രിയ കോമാട്ട്, ആനിമേഷൻ സെന്റർ ഡയറക്ടർ റവറന്റ് റെൻസി തോമസ് ജോർജ് എന്നിവർ പ്രസംഗിച്ചു. സഭാ പ്രസിദ്ധീകരണങ്ങളുടെ ആദ്യ ലക്കം മുതലുള്ളതും തിരുമേനിമാരുടെ കത്തുകളും ഡിജിറ്റൽ ആർക്കൈവ്സിൽ ലഭ്യമാണെന്ന് ഡയറക്ടർ റവറന്റ് റെൻസി തോമസ് ജോർജ് പറഞ്ഞു. വികസനം പൂർണ്ണമാകുന്നത് സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലെ സാധാരണക്കാർക്ക് കൂടി അടിസ്ഥാന സൗകര്യങ്ങളും ജീവനോപാധികളും എത്തിക്കുമ്പോഴാണെന്ന് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത. മാർത്തോമ സഭ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കേന്ദ്രതല പ്രവർത്തന ഉദ്ഘാടനം ഇരവിപേരൂർ ഇമ്മാനുവൽ മാർത്തോമ പള്ളിയിൽ നിർവഹിക്കുകയായിരുന്നു മെത്രാപ്പോലിത്ത. സീനിയർ വികാരി ജനറൽ റവറന്റ് മാത്യു ജോൺ അധ്യക്ഷത വഹിച്ചു. സുസ്ഥിര വികസനം പ്രാദേശിക തലത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗം ഡോക്ടർ വർഗീസ് ജോർജ് സെമിനാറിന് നേതൃത്വം നൽകി. ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ജനറൽ സെക്രട്ടറി റവറന്റ് ഷിബു സാമുവൽ, വൈസ് പ്രസിഡന്റ് മോഡി പി ജോർജ്, ട്രഷറർ അഡ്വക്കേറ്റ് ബിനു വി ഈപ്പൻ, റവറന്റ് ജോസഫ് ജോണി, റവറന്റ് തോമസ് വർഗീസ്, റവറന്റ് രാജീവ് ഡാനിയൽ, റവറന്റ് ഷൈൻ ആൻഡ് ജേക്കബ്, സജു മാത്യു, മാത്യു ജോർജ്, കുരുവിള മാത്യൂസ്, സാം വർഗീസ്, റെഞ്ചി തോമസ്, എബി വാരിക്കാട് എന്നിവർ പ്രസംഗിച്ചു. മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ മലങ്കര മാർത്തോമ സുറിയാനി സഭ അനുശോചിച്ചു. സമരങ്ങളിലൂടെ നടന്നു നീങ്ങിയ ജനവികാരത്തിന്റെ നേതാവായിരുന്നു വി.എസ്. അച്യുതാനന്ദനെന്ന് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത അനുസ്മരിച്ചു. സാമൂഹിക പ്രതിബദ്ധതയുള്ള നിരവധി വിഷയങ്ങളിൽ അദ്ദേഹം ഇടപെട്ടിരുന്നു. പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയായും പ്രവർത്തിച്ച അദ്ദേഹം എല്ലാ അവസരങ്ങളിലും ജനത്തോടൊപ്പം നിന്നു. കുട്ടനാട്ടിലെ കർഷക തൊഴിലാളി സമരങ്ങളിലൂടെ വളർന്ന അദ്ദേഹം എല്ലാ തൊഴിലാളികളുടെയും ഉന്നമനത്തിനായി പ്രവർത്തിച്ചു. ജീവിതാനുഭവങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ പാഠപുസ്തകം. പരിസ്ഥിതി സംരക്ഷണവും ഭൂസംരക്ഷണവുമൊക്കെ പ്രധാന വിഷയമാക്കി. നെൽവയൽ സംരക്ഷണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയ അദ്ദേഹം കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ആക്ട് നടപ്പിലാക്കിയതും ശ്രദ്ധേയമായിരുന്നു. വി.എസ്. അച്യുതാനന്ദന്റെ വിയോഗത്തോടെ കേരളത്തിന് നഷ്ടമായത് പാവപ്പെട്ടവന്റെയും സാധാരണക്കാരന്റെയും ശബ്ദമാണെന്ന് മെത്രാപ്പോലിത്ത അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. വിവിധ കരുതൽ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന 7 കോടി രൂപയുടെ പദ്ധതികളുമായി മാർത്തോമ സഭ കോട്ടയം കൊച്ചി ഭദ്രാസനം. കോട്ടയം യെരുശലേം മാർത്തോമ പള്ളിയിൽ നടന്ന ഭദ്രാസന വാർഷിക അസംബ്ലി ബജറ്റ് പാസാക്കി. ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. ഭൂരഹിതർക്ക് വീട് വയ്ക്കുവാൻ ഭൂമി നൽകുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ നിർവഹിച്ചു. റവറന്റ് റെനി ഫിലിപ്പ് ധ്യാന പ്രസംഗം നടത്തി. ഭദ്രാസന സെക്രട്ടറി റവറന്റ് അലക്സ് എബ്രഹാം വാർഷിക റിപ്പോർട്ടും വരവ് ചിലവ് കണക്കും, ട്രഷറർ നോബിൾ തോമസ് ബജറ്റും അവതരിപ്പിച്ചു. വാഗമണ്ണിൽ എക്കോ ടൂറിസം, പോഞ്ഞാശ്ശേരിയിൽ സീനിയർ സിറ്റിസൺസ് അസിസ്റ്റന്റ് ലിവിംഗ്, കളമശ്ശേരി മെഡിക്കൽ കോളേജിനോട് ചേർന്ന് ഗൈഡൻസ് ഹോം, അഞ്ചേരിയിൽ ഹോം ഫോർ ദി മെന്റലി ചലഞ്ച്ഡ് പദ്ധതികളുടെ സാധ്യതാ പഠനം നടത്തുവാനും യോഗം തീരുമാനിച്ചു. വികാരി ജനറൽ വെരി റവറന്റ് സാംസണം ജേക്കബ്, വെരി റവറന്റ് ജോർജ് സക്രിയ, വൈദിക സെമിനാരി പ്രിൻസിപ്പൽ റവറന്റ് എം.സി. തോമസ് എന്നിവർ പ്രസംഗിച്ചു. വചനപ്രഘോഷകർ ശിക്ഷണക്രമമുള്ളവരാകണമെന്ന് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത. മാർത്തോമ സഭ കൺവെൻഷൻ പ്രസംഗ സംഘം വാർഷിക കോൺഫറൻസും സപ്തതി സമാപന സമ്മേളനവും മാരാമൺ റിട്രീറ്റ് സെന്ററിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മെത്രാപ്പോലിത്ത. പ്രസംഗിക്കുന്ന വചനം ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കണം. പൊള്ളയായ വാക്കുകൾ ജനം തിരിച്ചറിയും. ലോകം നമ്മെ വായിക്കുന്നുണ്ട്. പുറംമോടിയിൽ ആകൃഷ്ടരാകരുത്. ശബ്ദവും സ്റ്റേജുമല്ല പ്രധാനം, പ്രസംഗത്തിന്റെ ഉള്ളടക്കമാണെന്നും മെത്രാപ്പൊലിത്ത കൂട്ടിച്ചേർത്തു. സഭാ സെക്രട്ടറി റവറന്റ് എബി ടി മാമൻ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു.
വികാരി ജനറൽ വെരി റവറൻ മാത്യു ജോൺ, മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറി റവറൻ എബി കെ ജോഷുവ, മെത്രാപ്പൊലിത്തയുടെ സെക്രട്ടറി റവറൻ കെ ഇ ഗീവർഗീസ്, സഭ ആത്മായ ട്രസ്റ്റി അഡ്വക്കേറ്റ് അൻസിൽ സക്രിയ കോമാട്ട്, ഡോക്ടർ തോമസ് ജോർജ് കൊച്ചി, സന്നദ്ധ സുവിശേഷ സംഘം ജനറൽ സെക്രട്ടറി റവറൻ പി സി ജെയിംസ്, റെജി ജേക്കബ് ചുങ്കത്തറ, ജോയ് പുല്ലാട് എന്നിവർ പ്രസംഗിച്ചു. സുവിശേഷ വേലയിൽ 50 വയസ്സ് പൂർത്തിയാക്കിയവരെയും വ്യക്തിജീവിതത്തിൽ 70 വയസ്സ് പൂർത്തിയാക്കിയവരെയും സമ്മേളനം ആദരിച്ചു. സുവിശേഷ പ്രസംഗ സംഘത്തിലെ ഒരു സുവിശേഷകനെ സ്പോൺസർ ചെയ്യുന്നതിനുള്ള വിഹിതമായി കൺവെൻഷൻ പ്രസംഗ സംഘം നൽകുന്ന 60,000 രൂപ ട്രഷറർ ഇവാഞ്ചലിസ്റ്റ് മാത്യു ജോണിൽ നിന്ന് സംഘം ട്രഷറർ എബി തോമസ് ഏറ്റുവാങ്ങി. ആത്മനിയോഗിത ദൂതും ദൂതനും എന്ന വിഷയത്തിൽ 3 ദിവസങ്ങളിലായി പഠനങ്ങളും ചർച്ചകളും നടന്നു. സമാപന ദിവസം കോട്ടയം കൊച്ചി ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചു. സമാപന സമ്മേളനത്തിൽ മുഖ്യ സന്ദേശം നൽകി. കൺവെൻഷൻ പ്രസംഗ സംഘം സെക്രട്ടറി സാം കെ ഉതുപ്പ്, ജോയിന്റ് സെക്രട്ടറി സാബു പുല്ലാട്, ട്രഷറർ മാത്യു ജോൺ വാളക്കുഴി എന്നിവർ നേതൃത്വം നൽകി. ദുർബല വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങൾ സുവിശേഷ വേലയുടെ ഭാഗമാണെന്ന് മലങ്കര മാർത്തോമാ സുറിയാനി സഭ കോട്ടയം കൊച്ചി ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ. മാർത്തോമാ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കോട്ടയം കൊച്ചി ഭദ്രാസന വികസന വാരാചരണ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ. ഫ്രാൻസിസ് ജോർജ് MP വാരാചരണം ഉദ്ഘാടനം ചെയ്തു. ദുരിതമനുഭവിക്കുന്നവർക്ക് ക്രിസ്തു സാന്നിധ്യമായി തീരുന്നതാവണം വികസന സങ്കല്പമെന്ന് അദ്ദേഹം പറഞ്ഞു. സുസ്ഥിര വികസനത്തിന്റെ ഏറ്റവും ശക്തമായ ഉപകരണമാകുവാൻ കഴിയണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഓണത്തിന് ഒരു കുട്ട പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായ പച്ചക്കറി തൈകളുടെ വിതരണം ചാണ്ടി ഉമ്മൻ MLA നിർവഹിച്ചു. വികാരി ജനറൽ വെരി റവറൻ ഡോക്ടർ സാംസൺ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. കേന്ദ്ര ജനറൽ സെക്രട്ടറി റവറൻ ഷിബു ഷാമുവൽ, കാർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻ ഷൈൻ ജേക്കബ്, മാർത്തോമാ സഭ ഭദ്രാസന സെക്രട്ടറി റവറൻ അലക്സ് എബ്രഹാം, ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഭദ്രാസന വൈസ് പ്രസിഡന്റ് റവറൻ സജീവ് തോമസ്, സെക്രട്ടറി കുരുവിള മാത്യൂസ്, ട്രഷറർ കോര കുര്യൻ, കേന്ദ്ര മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ജോസി കുര്യൻ, MS റോയ്, കേന്ദ്ര ജനറൽ കൗൺസിൽ അംഗങ്ങളായ PK തോമസ് പ്ലാച്ചിറ, രാജു എബ്രഹാം വെണ്ണിക്കുളം, സഭാ ഭദ്രാസന ട്രഷറർ നോബിൾ തോമസ് എന്നിവർ പ്രസംഗിച്ചു. മാർത്തോമാ യുവജന സഖ്യം അടൂർ ഭദ്രാസനം സ്റ്റഡി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭദ്രാസനത്തിലെ യുവജനങ്ങൾക്കായി ആലുവ മാർത്തോമാ ശാന്തിഗിരി ആശ്രമത്തിൽ ജൂലൈ 25 മുതൽ 27 വരെ യൂത്ത് ക്യാമ്പ് ക്രമീകരിക്കും. ഭദ്രാസന യുവജന സഖ്യം പ്രസിഡന്റ് മാത്യൂസ് മാർ സറാഫീം എപ്പിസ്കോപ്പ, DSMC അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻ സ്റ്റീഫൻ C എബ്രഹാം, റവറൻ ജിതിൻ മാത്യു എന്നിവർ നേതൃത്വം നൽകും. മാർത്തോമാ സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പ് കോട്ടയം കൊച്ചി ഭദ്രാസന വാർഷിക സമ്മേളനം പുതുപ്പള്ളി സെന്റ് പോൾസ് ഹോരെ മാർത്തോമാ പള്ളിയിൽ നടത്തി. ഭദ്രാസന വൈസ് പ്രസിഡന്റ് വെരി റവറൻ ഡോക്ടർ സാംസൺ ജേക്കബിന്റെ അധ്യക്ഷതയിൽ റവറൻ എബ്രഹാം ഫിലിപ്പ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. റവറൻ K എബ്രഹാം മുഖ്യ സന്ദേശം നൽകി. 2024-25 വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും 2025-2026 ബജറ്റും അവതരിപ്പിച്ച് പാസാക്കി. പുതിയ വർഷത്തെ പ്രവർത്തനോദ്ഘാടനം ഓഗസ്റ്റ് 13 മാങ്ങാനം സെന്റ് പീറ്റേഴ്സ് പള്ളിയിലും, സീനിയർ സംഗമം ജനുവരിയിൽ എറണാകുളം ശാലേം പള്ളിയിലും, നവംബർ 14-15 തീയതികളിൽ മിഷൻ ഫീൽഡ് സന്ദർശനവും 2026 ഫെബ്രുവരിയിൽ മലേഷ്യ സന്ദർശനവും ക്രമീകരിക്കുമെന്ന് സെക്രട്ടറി ടൈറ്റസ് വർഗീസ് അറിയിച്ചു. ജേക്കബ് ജോൺ, റവറൻ ഉമ്മൻ P ജോൺ, ഭദ്രാസന സെക്രട്ടറി റവറൻ അലക്സ് എബ്രഹാം, റവറൻ എബ്രഹാം ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു. മാർത്തോമാ സഭ മുംബൈ ഭദ്രാസന അടിസ്ഥാനത്തിൽ മലാഡ് സൺഡേ സ്കൂളിൽ സംഘടിപ്പിച്ച വേർഡ് വാരിയേഴ്സ് വാക്യ മത്സരം അനുഗ്രഹീതമായി. ഭദ്രാസനത്തിലെ 13 ഇടവകകളിൽ നിന്നായി 30 കുട്ടികൾ പങ്കെടുത്തു. മാസ്റ്റർ ഈതൻ ബിനു എബ്രഹാം, ഉല്ലാസ് നഗർ ഇടവക, അമൽഡ മേരി ജോൺ മിര റോഡ് ഇടവക, മാസ്റ്റർ ജോഷുവ സിബി ജോസഫ് മറോൾ ഇടവക എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. 100-ൽ കൂടുതൽ വാക്യങ്ങൾ എഴുതിയ ജോഅന ജോർജിന് 2000 രൂപയുടെ പ്രോത്സാഹന സമ്മാനം ലഭിച്ചു. വിജയികൾക്ക് ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. റവറൻ സാം കേത്ത് മാത്യു, റീന സാബു, ലിജി ഫിലിപ്പ്, ലില്ലി ജോസ് എന്നിവർ നേതൃത്വം നൽകി. മാർത്തോമാ സഭ കോട്ടയം കൊച്ചി ഭദ്രാസനത്തിലെ മിഷണറിമാരുടെയും സുവിശേഷകരുടെയും സമ്മേളനം കോതമംഗലം സെന്റ് തോമസ് മാർത്തോമാ പള്ളിയിൽ നടത്തി. ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. റവറൻ ജോമോൻ ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. ഭദ്രാസന വികാരി ജനറൽ റവറൻ ഡോക്ടർ സാംസൺ ജേക്കബ്, ഭദ്രാസന സെക്രട്ടറി റവറൻ അലക്സ് എബ്രഹാം, റവറൻ റിറ്റോ റിജി എന്നിവർ പ്രസംഗിച്ചു. 40-ൽ പരം മിഷണറി അച്ഛന്മാരും സുവിശേഷകരും സംബന്ധിച്ചു. സുവിശേഷകർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. മാർത്തോമാ സഭ അടൂർ ഭദ്രാസന സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പ് വാർഷിക പൊതുയോഗം ഓഗസ്റ്റ് 8 രാവിലെ 10:30 മുതൽ ഏനാത്ത് മാർത്തോമാ പള്ളിയിൽ നടത്തും.
ഭദ്രാസന അധ്യക്ഷൻ മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ അധ്യക്ഷനായിരിക്കും. റവറന്റ് ഡോക്ടർ TJ തോമസ് മുഖ്യ സന്ദേശം നൽകും. മാർത്തോമ സൺഡേ സ്കൂൾ സമാജം ദ്വിതീയ വജ്ര ജൂബിലി സൺഡേ സ്കൂൾ അധ്യാപക കൺവെൻഷൻ ജൂലൈ 26 ശനിയാഴ്ച രാവിലെ 10 മുതൽ കോഴഞ്ചേരി സെന്റ് തോമസ് മാർത്തോമ പള്ളിയിൽ നടത്തും. ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യും. സമാജം പ്രസിഡന്റ് ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരിക്കും. ബിഷപ്പ് ജോഷുവ മാർ ഇഗ്നാത്തിയോസ് മെത്രാപ്പൊലീത്ത മുഖ്യ സന്ദേശം നൽകും. വിവിധ ഭദ്രാസനങ്ങളിൽ നിന്നായി 2500-ൽ പരം അധ്യാപകർ പങ്കെടുക്കും. സമാജം ജനറൽ സെക്രട്ടറി റവറൻ സജേഷ് മാത്യു, കൺവീനർമാരായ റവറൻ അനു ഉമ്മൻ, ജെബി തോമസ് എന്നിവർ നേതൃത്വം നൽകും. 1905-ൽ മാരാമൺ കൺവെൻഷനിൽ ആരംഭം കുറിച്ച സൺഡേ സ്കൂൾ സമാജം 120 വർഷം പിന്നിടുന്നു. 52 സൺഡേ സ്കൂളുമായി പ്രവർത്തനം ആരംഭിച്ച സമാജത്തിൽ ഇപ്പോൾ ലോകമെങ്ങും 1181 സൺഡേ സ്കൂളുകൾ സജീവമായി പ്രവർത്തിക്കുന്നു. സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ എത്തുന്നവർക്ക് കോഴഞ്ചേരി പഞ്ചായത്ത് സ്റ്റേഡിയം, സെന്റ് തോമസ് സ്കൂൾ ഗ്രൗണ്ട് എന്നിവിടങ്ങളിൽ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. മാർത്തോമ സുവിശേഷ സേവികാ സംഘം അടൂർ ഭദ്രാസന പ്രവർത്തന ഉദ്ഘാടനം ഡോക്ടർ മറിയ ഉമ്മൻ നിർവഹിച്ചു. ഭദ്രാസന അധ്യക്ഷൻ മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. പ്രീന മാത്യു മുഖ്യ സന്ദേശം നൽകി. വൈസ് പ്രസിഡന്റ് റവറൻ റെജി സക്രിയ, സെക്രട്ടറി സോമി ബിജു എന്നിവർ പ്രസംഗിച്ചു. മാർത്തോമ സഭ അടൂർ ഭദ്രാസന വാർഷിക അസംബ്ലി ശനിയാഴ്ച രാവിലെ 10-ന് ഈശോ മാർ തിമോത്തിയോസ് ധ്യാന കേന്ദ്രത്തിൽ നടത്തും. ഭദ്രാസന അധ്യക്ഷൻ മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ അധ്യക്ഷനായിരിക്കും. ഭദ്രാസന സെക്രട്ടറി റവറൻ ബേബി ജോൺ വാർഷിക റിപ്പോർട്ടും വരവ് ചിലവ് കണക്കും, ട്രഷറർ ബിനു പി രാജൻ ബജറ്റും അവതരിപ്പിക്കും. മാർത്തോമ യുവജന സഖ്യം മിസ്തയുടെ നേതൃത്വത്തിൽ മഞ്ഞാലുമൂട് സ്നേഹതീരത്ത് HIV/AIDS രോഗബാധിതരുടെ മക്കൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. യുവജന സഖ്യം ഉപാധ്യക്ഷൻ റവറൻ ഡോക്ടർ എബ്രഹാം C. പുളുന്തിട്ട, ട്രഷറർ CA ലിബിൻ മാത്യു, മിസ്ത ചെയർമാൻ റവറൻ ഷാനു V. എബ്രഹാം, റവറൻ അനിൽ ജോസഫ്, അസിസ്റ്റന്റ് സെക്രട്ടറി റവറൻ മിഥുൻ K. ചാക്കോ, മിസ്ത കൺവീനർ സ്റ്റാൻലി സാം വർഗീസ്, സഖ്യം മാനേജിംഗ് കമ്മിറ്റി അംഗം ഫെബിൻ കോശി ബൈജു എന്നിവർ നേതൃത്വം നൽകി. മാർത്തോമ യുവജന സഖ്യം മിസ്തയുടെ നേതൃത്വത്തിൽ നോർത്ത് അമേരിക്കൻ ഭദ്രാസന യുവജന സഖ്യത്തിന്റെ സാമ്പത്തിക സഹായത്തോടെ കാരമല എബനേസർ മാർത്തോമ ഇടവക അംഗത്തിന് നിർമ്മിച്ചു നൽകിയ ഭവനത്തിന്റെ പ്രതിഷ്ഠ സഖ്യം പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. സഖ്യം ഉപാധ്യക്ഷൻ റവറൻ ഡോക്ടർ എബ്രഹാം C. പുളുന്തിട്ട, ജനറൽ സെക്രട്ടറി റവറൻ ബിനോയ് ഡാനിയൽ, ട്രഷറർ CA ലിബിൻ മാത്യു, മിസ്ത ചെയർമാൻ റവറൻ ഷാനു V. എബ്രഹാം, റവറൻ PG ജോർജ്, റവറൻ എബ്രഹാം P. ഉമ്മൻ, അസിസ്റ്റന്റ് സെക്രട്ടറി റവറൻ മിഥുൻ K. ചാക്കോ, കാരമല എബനേസർ ഇടവക വികാരി റവറൻ ആൽവിൻ അലക്സാണ്ടർ, മിസ്ത കൺവീനർ സ്റ്റാൻലി സാം വർഗീസ്, സഖ്യം മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, സെന്റർ ശാഖ ചുമതലക്കാർ, ഇടവക അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മാർത്തോമ യുവജന സഖ്യം പഠന പുസ്തകം അടിസ്ഥാനമാക്കി നടത്തിയ പരീക്ഷയിൽ തേഞ്ഞിപ്പലം ബദേൽ മാർത്തോമ ഇടവക അംഗം ഫെബിൻ ഷാജിക്ക് 1ാം സ്ഥാനം. അബുദാബി മാർത്തോമ ഇടവക അംഗം അലീന ജിനു, ദുബായ് മാർത്തോമ ഇടവക അംഗം ലിബി ജിലു എന്നിവർക്കാണ് 2ഉം 3ഉം സ്ഥാനങ്ങൾ. 80% കൂടുതൽ മാർക്ക് 3 പേർക്കും 60-നും 79-നും ഇടയിൽ ശതമാനം മാർക്ക് 49 പേർക്കും ലഭിച്ചു. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ എക്യുമെനിക്കൽ ബന്ധങ്ങൾ നൂറ്റാണ്ടുകളിലൂടെ എന്ന പഠന പുസ്തകം അടിസ്ഥാനമാക്കിയായിരുന്നു പരീക്ഷ. 578 പേർ പരീക്ഷ എഴുതിയിരുന്നു. കൂടുതൽ സഭാവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. മാർത്തോമ വിഷനിലൂടെ. ഷാലോ.